പത്തനംതിട്ട അടൂരിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചുകയറ്റിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. അനൂജിയുടെയും ഹാഷിമിന്റെയും ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിക്കും. വാട്സപ്പ് ചാറ്റുകൾ അടക്കം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. അതേസമയം അനൂജിയുടെ സംസ്കാരം ഇന്ന് നൂറനാട്ടെ വീട്ടിൽ നടക്കും. വിവരങ്ങളുമായി സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവത്തിലെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അലിബിഷ്, പത്തനംതിട്ട അടൂരിലെ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറ്റി കൊല്ലപ്പെട്ട അനുജയുടെയും ഹാഷിമിന്റെയും ഫോണുകൾ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് ഈ ഫോണിലെ കോളുകളുടെയും അതുപോലെ തന്നെ സന്ദേശം അയച്ചതിന്റെയൊക്കെ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ എന്താണ് ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ലഭിക്കത്തുള്ളൂ. ആ പരിശോധനകൾക്ക് വേണ്ടിയാണ് ഈ ഇരുവരുടെയും ഫോണുകൾ പോലീസ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അനുജയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഇന്നലെ രാത്രിയായിരുന്നു ഹാഷിമിന്റെ കബറടക്കം നടന്നത്. ഈ നൂറനാട് സ്വദേശിനിയായ അനുജയും ഹാഷിമും ഏതാണ്ട് 6 മാസത്തോളമായി അടുപ്പത്തിലായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം എന്നതടക്കമുള്ള വിവരങ്ങൾ ഫോൺ പരിശോധനയിലൂടെ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഹാഷിമിന്റെ 2 ഫോണും അതുപോലെ തന്നെ അനുജയുടെ 1 ഫോണും ആണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. മിനിഞ്ഞാന്ന് രാത്രിയിലായിരുന്നു പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ വെച്ച് ഈ കാർ അപകടം ഉണ്ടായത്. അതിനെ തുടർന്ന് പോലീസ് ദൃക്സാക്ഷികളുടെയും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത് ബോധപൂർവം ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറ്റി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയത്. ഈ അപകടത്തെ തുടർന്ന് നിരവധി ദൃക്സാക്ഷികളുടെയും അതോടൊപ്പം തന്നെ CCTVകളുടെയും ഒക്കെ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. എന്തായാലും അധ്യാപകർ തിരുവനന്തപുരത്ത് ടൂറിന് പോയി തിരികെ വരുമ്പോഴായിരുന്നു ഹാഷിം ഇതുപോലെ വാഹനം തടഞ്ഞ് ഈ പത്തനംതിട്ട ശരി സന്തോഷ്, എന്തായാലും സംഭവത്തിലെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് സന്തോഷിലേക്ക് എത്താം.